ഓക്കെ, നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 7 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, അങ്ങനെ അത് ഉൾപ്പെടുന്ന 7 ചാപ്റ്റേഴ്സ്. അപ്പം അതിനകത്ത് ഉൾപ്പെടാത്ത ഫിസിയോളജിയുടെ ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷമാണ് നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 6ഓളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തേത് പറയുന്നത് യൂസസ് ഓഫ് സെക്സ് ഓർഗൻസ് ആണ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് സെക്സ് ഓർഗൻസ് ആണ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ അതിനെ പല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബഡിങ് വഴി, ദെൻ ഫ്രാഗ്മെന്റേഷൻ, അതുപോലെയുള്ള പല മെത്തേഡുകളുണ്ട്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് സെക്സ് ഓർഗൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗനും ഉണ്ട്. അപ്പോൾ സെക്സ് ഓർഗൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇൻവോൾവ്സ് ഗ്യാമറ്റോജെനിസിസ്. സെക്സ് ഓർഗൻസിൽ നിന്ന് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൽ ആണെങ്കിൽ മെയിൽ ഗ്യാമീറ്റിന് നമ്മൾ സ്പേം എന്നാണ് പറയുന്നത്, ഫീമെയിൽ ഗ്യാമീറ്റിനെ ഓവം എന്ന് പറയുന്നു. അപ്പോൾ ഗ്യാമറ്റോജെനിസിസ് ഇൻവോൾവ് ചെയ്ത്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നിന്ന് സ്പേമും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നിന്ന് ഓവവുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാമറ്റോജെനിസിന്റെ ഫലമായിട്ടാണ്, ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി മൂന്നാമതായിട്ട് ഇൻവോൾവ്സ് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് ഓവം ആണ് നടക്കുന്നത്. ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് ഓവം റിസൾട്ട്സ് എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് ഓർഗാനിസംസ് എല്ലാം ബൈപാരന്റലാണ്. ബൈപാരന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഇൻവോൾവ്സ് 2 പാരന്റ്സ്, അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പാരന്റ്സ് ഉണ്ട്. 2 പാരന്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്, അതായത് മെയിൽ പാരന്റും ഉണ്ടാവും, ഫീമെയിൽ പാരന്റും ഉണ്ടാവും. അതുകൊണ്ട് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എല്ലാം എന്താണ്? ബൈപാരന്റലാണ്. അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് യൂണിപാരന്റലാണ്. അത് ഏതെങ്കിലും ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് ഈ തണ്ട് വെട്ടി നടുന്ന ചെടികളൊക്കെ, അപ്പൊ അതിനകത്ത് ഒരു തണ്ടിൽ നിന്നാണ് നമ്മൾ പല സെക്ഷൻസ് കട്ട് ചെയ്ത് നടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരൊക്കെ യൂണിപാരന്റലാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബൈപാരന്റാണ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? പാരന്റ്സ് ഹാവിങ് ഓപ്പോസിറ്റ് സെക്സ്, അങ്ങനെയുള്ള 2 പാരന്റ്സ് ഉണ്ടായിരിക്കും. സോ ബൈപാരന്റലോ ആണ്. ഇനി അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന്റെ യങ് വൺസിനെ നമ്മൾ ഓസ്പ്രിങ്സ് എന്നാണ് വിളിക്കുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന്റെ യങ് വൺസിനെ നമ്മൾ ഓസ്പ്രിങ്സ് എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇനി ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് വേരിയേഷൻ. ഇവല്യൂഷണറി പ്രോസസ്സിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ഉണ്ടാകുന്ന ചേഞ്ചസിന് കാരണം, അല്ലെങ്കിൽ നിലവിലുള്ളതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം, അതിനെയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് ശേഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനാണ് കൂടുതലായും എന്ത് കാണുന്നത്? വേരിയേഷൻ കാണുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് യൂസസ് ഓഫ് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഗ്യാമറ്റോജെനിസിസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ. അതുപോലെ തന്നെ ഓവം ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഓവം ഫോം ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഇത് ഇൻവോൾവ്സ് ഫെർട്ടിലൈസേഷൻ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ ഫ്യൂഷനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സ്പേമും ഓവം ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് സൈഗോട്ട് എന്ന് പറയാം. ദെൻ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എല്ലാം ബൈപാരന്റൽ ഒറിജിനാണ്, അതായത് മെയിൽ പാരന്റും ഉണ്ടാവും, ഫീമെയിൽ പാരന്റും ഉണ്ടാവും. ദെൻ അനിമൽസിനെ ഓസ്പ്രിങ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ഷോസ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഇവല്യൂഷണറി പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്സ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസംസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തെല്ലാം ഈവൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്തൊക്കെ സ്റ്റെപ്പ് വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്യാമിറ്റോജെനിസിസ് ആണ്. Gametogenesis means it involves two processes. It involves two processes, namely formation of sperm and formation of ovum. Formation of sperm is called as spermatogenesis. That occurs inside the testis of a male. Male partner റീപ്രൊഡക്റ്റീവ് പാർട്ടായ ടെസ്റ്റിസിനകത്താണ് സ്പേമിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. സ്പേമിൻ്റെ ഫോർമേഷനെ നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്നാണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്. ദ നെക്സ്റ്റ് ഈസ് ഓവം, പ്രൊഡക്ഷൻ ഓഫ് ഓവം വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഓവറി ഓഫ് എ ഹ്യൂമൻ ഫീമെയിൽ. അങ്ങനെ ഓവറിയുടെ പ്രൊഡക്ഷൻ, ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഫീമെയിൽ ഓവറിക്കകത്ത് നടക്കും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഓവറിക്കകത്ത് നടക്കുമ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ ഊജെനിസിസ് എന്നാണ് പറയുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് ഗ്യാമീറ്റോജെനിസിസ്. ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആർ കോൾഡ് ഗ്യാമീറ്റോജെനിസിസ്. ഗ്യാമീറ്റോജെനിസിസ് ഇൻവോൾവ്സ് സ്പെർമറ്റോജെനിസിസ് ആൻഡ് oogenesis. Spermatogenesis means formation of sperm inside the testis of a male. Then formation of ovum inside the ovary of a human female is called oogenesis. Then next process or next event in human reproduction is insemination. ഒരു ഹ്യൂമൻ മെയിലിൻ്റെ ടെസ്റ്റിസിനകത്ത് ഫോം ചെയ്യുന്ന സ്പേംസ് ഒരു ഹ്യൂമൻ ഫീമെയിലിൻ്റെ വജൈനൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് into the vaginal tract of a female is called insemination. This is the second event in human reproduction. Then third event in human reproduction is fertilization. Female vaginal tract like transfer ചെയ്ത sperms vaginal tract വഴി, cervix വഴി, then uterus വഴി ഫലോപ്പിയൻ ട്യൂബ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും then ട്രാവൽ ചെയ്യുകയും അവിടെ വെച്ച് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബ്യൂൾ ഓർ ഓവിഡക്റ്റിന്റെ ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ gametes or sperm and ovum is called fertilization. This is the third event in human reproduction. And fourth event in human reproduction is implantation. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു ഫോം ചെയ്യുന്ന ആദ്യത്തെ സെൽ അല്ലെങ്കിൽ സിംഗിൾ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് എന്ന് വിളിക്കും. സൈഗോട്ട് അണ്ടർഗോസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. സൈഗോട്ട് ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ, ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ നിന്ന് സൈഗോട്ട് യൂട്രസിനകത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ധാരാളം സെൽസ് ഫോം ചെയ്യും. അതായത് സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മാസ് ഓഫ് സെൽ ഫോം ചെയ്യും. അങ്ങനെ ആ മാസ് ഓഫ് സെല്ല് യൂട്രൈൻ ക്യാവിറ്റിക്ക് അകത്തേക്ക് വന്ന് പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ യൂട്രൈൻ വാൾ ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. The next is gestation. Gestation എന്ന് പറയുന്നത് യൂട്രസിനകത്ത് യൂട്രൈൻ വാളിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോ വളരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിനാണെങ്കിൽ 270 to 280 days ആണ് ഒരു എംബ്രിയോ ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സമയമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജസ്റ്റേഷൻ പീരീഡിനെ നമ്മൾ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 3 മാസം ഉള്ള ഒരു കാലയളവായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. അപ്പോൾ ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് 270 to 280 days ആണ്. അപ്പോൾ ആ ഒരു കാലയളവ് കൊണ്ടാണ് ഒരു ഹ്യൂമൻ ഫീറ്റസ് അമ്മയുടെ വോംബിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പ്രോസസ് ഓർ ലാസ്റ്റ് ഇവന്റ് ഇൻ റീപ്രൊഡക്ഷൻ ഇസ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ മീൻസ് ഡെലിവറി ഓഫ് ദ ബേബി. ഡെലിവറി ഓഫ് ദ ബേബി എന്ന് പറയുമ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് യൂട്രസിനകത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് യൂട്രസ് ഫീറ്റസിനെ പുറത്തേക്ക്
ഇജക്ട് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ദ ബേബിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. നെക്സ്റ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് 4 ടൈറ്റിലായിട്ട് നമുക്ക് പഠിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ഇതായിരിക്കും എളുപ്പം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻവോൾവ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇതിന് നമുക്ക് 4 പാർട്സ് ആയിട്ട് തിരിക്കാം. Male reproductive system consists of, male reproductive system involves a pair of testes, accessory ducts, accessory glands and external genitalia. ഇങ്ങനെ 4 പോർഷൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. A pair of testes, accessory ducts, accessory glands and external genitalia. ഇനി ടെസ്റ്റിസിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റിസിനകത്ത് എന്തെല്ലാം പാർട്സ് ഉണ്ട് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ മെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് ഒരു ബോയുടെ ഒരു മെയിലിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറമേ ആയിട്ടാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറമേ ഒരു പൗച്ചിനകത്താണ്. പൗച്ചിന് നമ്മൾ സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. സ്ക്രോട്ടം ഓർ സ്ക്രോട്ടൽ സാക്കിനകത്താണ് ടെസ്റ്റിസ് ബോഡിക്ക് ഔട്ട്സൈഡ് റീജിയനിലായിട്ട് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രോട്ടത്തിനകത്ത്, അതായത് ശരീരത്തിന് പുറത്തായിട്ട് ടെസ്റ്റിസ് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും ടെസ്റ്റിസിനകത്ത്. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് സ്പെർമറ്റോജെനിസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറവായിരിക്കണം ടെസ്റ്റിസിനകത്ത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് സ്പെർമറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറമേ ആയിട്ട് പെൽവിസ് റീജിയനിലായിട്ട് സ്ക്രോട്ടൽ സാക്സിനകത്ത് ടെസ്റ്റിസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സോ ദിസ് സാക്ക് ഇസ് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടത്തിനകത്തായിട്ടാണ് ടെസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിസിന് നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ലോവർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇഫക്റ്റീവായിട്ട് സ്പെർമറ്റോജെനിസിസ് ടെസ്റ്റിസിനകത്ത് നടക്കും. ഇനി രണ്ടാമത്തേത്, ഈ ടെസ്റ്റിസിനകത്ത് ധാരാളം ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കാണുന്നുണ്ട്. ധാരാളം, ഏകദേശം ഒരു 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കാണാൻ പറ്റും. ടെസ്റ്റിസിനകത്തുള്ള കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ടെസ്റ്റിസിനകത്തുള്ള അറകളെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റിസിനകത്ത് ഏകദേശം 250 കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ 280ഓളം അറകൾ കാണാൻ പറ്റും. ഈ അറകളെ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തും വളരെ കോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചുരുണ്ടിരിക്കുന്ന ട്യൂബ്സ് കാണാൻ പറ്റും. ആ ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് നമുക്ക് ടെസ്റ്റിസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ടെസ്റ്റിസിനകത്തുള്ള ഓരോ കമ്പാർട്ട്മെന്റിനെ നമുക്ക് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്ന് വിളിക്കാൻ പറ്റും. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്ത് ചുരുണ്ടിരിക്കുന്ന ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത്, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻസൈഡ് റീജിയനില് 2 ടൈപ്പ് സെൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് മെയിൽ ജേം സെൽസ്, രണ്ടാമത്തേത് സെറ്റോളി സെൽസ്. മെയിൽ ജേം സെൽസ്, സെറ്റോളി സെൽസ്. മെയിൽ ജേം സെൽസ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് സ്പേംസ്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മെയിൽ ജേം സെൽസിൽ നിന്നാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സെറ്റോളി സെൽസ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ മെയിൽ ജേം സെൽസ്. മെയിൽ ജേം സെൽസിന് സ്പേംസിലേക്ക് നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽസ് എന്ന് പറയുന്നത് സെറ്റോളി സെൽസ് ആണ്. അപ്പോൾ മെയിൽ ജേം സെൽസിൽ നിന്നാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് എന്ന് പറയുന്നത് മെയിൽ ജേം സെൽസ് ആണ്. ഇതിൽ നിന്നാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. അതിന് വേണ്ട നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് ആണ് സെറ്റോളി സെൽസ്. ഇനി ഈ മെയിൽ ജേം സെൽസിന്റെയും സെറ്റോളി സെൽസും അല്ലാതെ മറ്റൊരു ടൈപ്പ് സെൽസ് നമുക്ക് കാണാൻ സാധിക്കും, ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കാണുന്ന സെൽസിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ സെൽസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ലേഡിക് സെൽസ് എന്ന് പറയും. ഈ ലേഡിക് സെൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലേഡിക് സെൽസിൽ നിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മെയിൽ സെക്സ് ഹോർമോൺ ആയ ആൻഡ്രോജൻ.
മെയിൽസില് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇവോക്ക് ചെയ്യുന്നതും സ്പെർമറ്റോജെനിസിസ് പ്രൊമോട്ട് ചെയ്യുന്നതും ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ മെയിൽസിന്റെ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്സ് ഹോർമോൺ ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻ സിന്തസൈസ് ചെയ്യുന്നത് ലൈഡിക് സെൽസിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ടെസ്റ്റിസ് പെൽവിക് റീജിയനിലെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് സ്ക്രോട്ടൽ സാക്കിനകത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും സ്ക്രോട്ടൽ സാക്കില് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. അത് എഫക്റ്റീവായിട്ട് സ്പെർമറ്റോജെനിസിസ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഓരോ ടെസ്റ്റിസിനകത്തും സോ മെനി കമ്പാർട്ട്മെന്റ്സ് വി ക്യാൻ സീ. ദീസ് കമ്പാർട്ട്മെന്റ്സ് ആർ കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. Each testicular lobules contains 1 to 3 highly coiled seminiferous tubules. Seminiferous tubules contains 2 types of cells called male germ cells and Sertoli cells. Male germ cells produces sperms and Sertoli cells provide nourishment to them. Then interstitial space contains interstitial cells and interstitial cells otherwise known as Leydig cells. They produce male sex hormone called androgen. Okay. Next part, male reproductive systemത്തിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആക്സസറി ഡക്സിനെയാണ്. ടെസ്റ്റിസിനകത്ത് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട ഡക്റ്റ് അല്ലെങ്കിൽ ആ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട വെസൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആക്സസറി ഡക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആക്സസറി ഡക്സ് എന്ന് പറയുന്നത് ഇത്രയും ആക്സസറി ഡക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് റെറ്റിടെസ്റ്റിസ്, രണ്ടാമത്തേത് വാസ എഫ്രീഷ്യ, മൂന്നാമത്തേത് എപ്പിഡിഡിമിസ്, നാലാമത്തേത് വാസ് ഡിഫറൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ ഇത്രയും ഡക്സ് ആണ് മെയിൽ ആക്സസറി ഡക്സ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് റെറ്റിടെസ്റ്റിസ്. അപ്പോൾ റെറ്റിടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട ചാനൽസിനെ വിളിക്കുന്ന പേരാണ്, വളരെ നേർത്ത ചാനൽസിനെ വിളിക്കുന്ന പേരാണ് റെറ്റിടെസ്റ്റിസ്. റെറ്റിടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുന്നത് വാസ എഫ്രൻഷ്യ എന്ന് പറയുന്ന ട്യൂബിലേക്കാണ്. വാസ എഫ്രൻഷ്യ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള എപ്പിഡിഡിമിസ് എന്ന് പറയുന്ന എപ്പിഡിഡിമിസ് ഓർ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്ന ഒരു ട്യൂബിലേക്കാണ്. അത് എപ്പിഡിഡിമിസ് വളരെ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഡക്റ്റാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. യൂറിനറി ബ്ലാഡറിന്റെ അവിടെ, അതായത് യൂറിനറി ബ്ലാഡറുമായിട്ട് അടുത്ത് കാണുന്ന മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്, സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റും കൂടെ ജോയിൻ ചെയ്താണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഡക്റ്റ് ഫോം ചെയ്യുകയും അത് യുറീത്രൽ മീറ്റസ് അല്ലെങ്കിൽ യുറീത്ര വഴി പുറത്തേക്ക് തുറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴിയാണ് സെമൻ പുറത്തേക്ക് പോകുന്നത്. അതായത് സ്പേം, അതായത് മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സെൽസ് ആയിട്ടുള്ള സ്പേംസ് പുറത്തേക്ക് പോകുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴിയാണ്. അപ്പോൾ മെയിൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെമൻ പുറത്തു പോകുന്നതിനും യൂറിൻ പുറത്തു പോകുന്നതിനുമായിട്ട് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. അത് യുറീത്രൽ മീറ്റസ് ആണ്. യുറീത്ര വഴിയാണ് സെമനും യൂറിനും പാസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ആക്സസറി ഡക്ട്സ് ആണ്. അപ്പോൾ ടെസ്റ്റിസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഡക്റ്റിനെയാണ് ആക്സസറി ഡക്ട്സ് എന്ന് വിളിക്കുന്നത്. ടെസ്റ്റിസിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഡക്റ്റിനെ റെറ്റിടെസ്റ്റിസ് എന്ന് വിളിക്കുന്നു. റെറ്റിടെസ്റ്റിസ് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് വാസ എഫ്രൻഷ്യയിലേക്കാണ്. വാസ എഫ്രൻഷ്യ ഓപ്പൺ ചെയ്യുന്നത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള എപ്പിഡിഡിമിസിലേക്കാണ്. എപ്പിഡിഡിമിസ് ഓപ്പൺ ചെയ്യുന്നത് നെക്സ്റ്റ് വാസ് ഡിഫറൻസിലേക്കാണ്. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിലേക്ക് ലൂപ്പ് ഓവർ ചെയ്യുകയും അവിടുന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പാത്ത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്പേം പുറത്തേക്ക് അല്ലെങ്കിൽ സെമൻ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ റെറ്റിടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഇതിന്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള പോർഷൻസ് ബ്ലാങ്ക് തന്നിരിക്കും. അപ്പോൾ ആ പോർഷൻ അവിടെ എന്താണോ ഈ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഇനി അത് നെക്സ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആക്സസറി ഗ്ലാൻഡ്സ് ആണ്. ആക്സസറി ഗ്ലാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസറി ഗ്ലാൻഡ്സ് നമുക്ക് 3 ആക്സസറി ഗ്ലാൻഡ്സ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ ആണ്. സെമിനൽ വെസിക്കിൾ ഒരു പെയേർഡ് ഗ്ലാൻഡ് ആണ്.
Then next is bulbourethral gland. Bulbourethral gland എന്ന് പറയുന്നത് കോപ്പുലേഷന്റെ സമയത്ത്, അതായത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റലിലേക്ക് വേണ്ട ലൂബ്രിക്കൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബൾബോയുറിത്രൽ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ബൾബോയുറിത്രൽ ഗ്ലാൻഡും പെയേർഡ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ സെമിനൽ വെസിക്കിളും പെയേർഡ് ആണ്, ബൾബോയുറിത്രൽ ഗ്ലാൻഡും പെയേർഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഗ്ലാൻഡ് ഇസ് കോൾഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ ഇവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു അൺപെയേർഡ് ഗ്ലാൻഡ് ആണ്. ഇവിടെ ബോർഡ് എക്സാമിന് സാധാരണയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അൺപെയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് താഴെ ഗ്ലാൻഡ്സിന്റെ പേര് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നെയിം ആൻ അൺപെയ്ഡ് ഗ്ലാൻഡ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആൻസർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആക്സസറി ഗ്ലാൻഡ്സ് നമുക്ക് 3 എണ്ണമാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സെമിനൽ വെസിക്കിൾ ഒരു പെയേർഡ് ഗ്ലാൻഡ് ആണ്. ബൾബോയുറിത്രൽ ഗ്ലാൻഡ് ഓൾസോ പെയേർഡ് ഗ്ലാൻഡ് ആണ്. ഒരു അൺപെയ്ഡ് ഗ്ലാൻഡേ ഉള്ളൂ, അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ സെക്രീഷൻസ് ആണ് സ്പേംസിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നത്. ദെൻ ഫോർത്ത് പോർഷൻ അല്ലെങ്കിൽ 4ാമത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണ്. എക്സ്റ്റേണൽ ജെനിറ്റേലിയ കൺസിസ്റ്റ് ഓഫ് പെനിസ് ആണ് മെയിൻലി എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആയിട്ട്, അതായത് കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പെനിസ് എന്ന് പറയുന്നത് ഒരു വിച്ച് ഇസ് മെയ്ഡ് അപ്പ് വിത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആൻഡ് ബ്ലഡ് വെസൽസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് അതിൻ്റെ പെനിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ബോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി പെനിസിന്റെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ പെനിസിന്റെ ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ബൾജ്ഡ് പോർഷൻ അല്ലെങ്കിൽ ഒരു കോണിക്കൽ ടോപ്പ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്ത് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതിനെ നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മെയിൻ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് പെനിസ് ആണ്. പെനിസിന്റെ കോണിക്കൽ ടോപ്പിനെ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്യുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. ഇത്രയാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് രണ്ട് സൈഡിലും. ഈ ടെസ്റ്റിസിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടെസ്റ്റിസിനകത്തുള്ള കമ്പാർട്ട്മെൻറ്റ്സിനെ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയും. ഇതിനകത്ത് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് നിങ്ങൾക്ക് വിസിബിൾ അല്ല. ദെൻ പുറത്തേക്ക് വരുന്ന ചാനൽസ്, അതായത് ആക്സറി ഡക്സിൻ്റെ ആദ്യത്തെ റെറ്റി ടെസ്റ്റിസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെറ്റി ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുന്നത് വാസാ എഫ്രൻഷ്യ കഴിഞ്ഞിട്ട് വരുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബിനെയാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. എപ്പിഡിഡിമിസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എപ്പിഡിഡിമിസ് ഓപ്പൺ ചെയ്യുന്നത് നെക്സ്റ്റ് ഡക്റ്റ് ആയിട്ടുള്ള വാസ് ഡിഫറൻസിലേക്കാണ്. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്ത് ദെൻ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ് എക്സ്റ്റേണലി പെനിസ് വഴി യുറീത്രൽ മീറ്റസ് വഴിയാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡറിൻ്റെ അകത്തായിട്ട് പെയർഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കൽ ഗ്ലാൻഡ് കാണാൻ സാധിക്കും. അതിനുശേഷം അതിന് താഴെയായിട്ട് കാണുന്ന അൺപെയർഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. അതിന് രണ്ട് സൈഡിലുമായിട്ട് കാണുന്ന വളരെ ചെറിയ രണ്ട് സ്ട്രക്ചേഴ്സാണ് ബൾബോയുറിത്രൽ ഗ്ലാൻഡ്. ദെൻ ഇത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ പെനിസിൻ്റെ കോണിക്കൽ ടോപ്പ് പോർഷനെ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നു. ഇതിനെ കവർ ചെയ്യുന്നത് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതിനെയാണ് ഇവിടെ ഫോർ സ്കിൻ എന്ന് കാണിച്ചിരിക്കുന്നത്. ഫിഗർ നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗറുണ്ട്.